Next topic is hydraulic actuating system. A hydraulic actuating system utilizes fluid power to produce mechanical force. It is based on fluids, and these fluids used should be highly incompressible fluids. This actuating system is based on Pascal's law, that is, intensity of pressure in fluid is equal in all directions. It is Pascal's law says, and used where high speed and large forces are required. വലിയ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് ഫോഴ്സസ് ആവശ്യമുള്ള ഏരിയാസിൽ ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം. This hydraulic actuating system is having a controller, a valve, a hydraulic power supply, a position sensor, a hydraulic actuator, and a pump. The various components are pump, valve, actuator, pipes, accumulator, reservoir and filter, sensor, and control device. ഓരോന്നോരോന്നായിട്ട് പറയാം. പമ്പ് എന്ന് ഹൈഡ്രോളിക് പവർ ജനറേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് ഇറ്റ് പ്രഷറൈസസ് ഫ്ലൂയിഡ് ടു റിക്വയർഡ് ലെവൽ. ഫ്ലൂയിഡിന് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലൂയിഡിൽ പ്രഷർ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളതാണ് ഒരു പമ്പ്. ഇനി വാൽവ് ഇസ് എ റെഗുലേറ്റിംഗ് സിസ്റ്റം. അത് ഫ്ലോ ഡയറക്ഷൻ, ഫ്ലോ റേറ്റ്, പ്രഷർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാൽവാണ്. ഇനി ആക്ച്വേറ്റർ കൺവേർട്സ് ഫ്ലൂയിഡ് പ്രഷർ ഇൻ ടു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്. ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ റൊട്ടേറ്ററി ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ കൺവേർട്ട് ചെയ്ത്. പൈപ്സ് എന്ന് പറയുന്നത് ഓരോ കമ്പോണൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കണക്ഷനാണ് പൈപ്സ്. അക്യുമുലേറ്റർ, റിസർവോയർ ആൻഡ് ഫിൽട്ടർ. അക്യുമുലേറ്റർ ആൻഡ് റിസർവോയർ എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിലിങ്ങിൽ ഓരോ ടൈപ്പ് ഓഫിൽ വരുമ്പം ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലനേഷൻസ് വരും. അക്യുമുലേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി വരുന്ന വെള്ളം ഫ്ലൂയിഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. റിസർവോയറില്ല. ആൻഡ് ഫിൽട്ടർ ഫോർ കണ്ടാമിനേഷൻസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലൂയിഡിൻ്റെ അകത്ത് വാരിയസ് കണ്ടാമിനൻറ്റ് ഉണ്ടാവും. അത് നമ്മുടെ സിസ്റ്റത്തിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. ബ്ലോക്ക് ഉണ്ടാക്കും, വാൽവിൽ ബ്ലോക്ക് ഉണ്ടാക്കും, പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടാക്കും. ലീക്ക് ഉണ്ടാകുമ്പോൾ അതിൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഫിൽട്ടർ ചെയ്യുന്നത്. ഈ സെൻസേഴ്സ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് സിഗ്നൽസ് ടു ഇവാലുവേറ്റ് എൻഡ് റിസൾട്ട് ബൈ കൺട്രോളിൻ്റെ എൻഡ് റിസൾട്ട് ഫീഡ്ബാക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇറ്റ്സ് എ മാജിക് പാർട്ട്. And control device controls whole system by providing signals like microcontroller, PLC, etc. This type of hydraulic actuating system is used in industrial process control, and uses hydraulic pressure to drive an output member. ഒരു ഔട്ട്പുട്ട് ഡിവൈസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്ന ഡിവൈസ് ഒരു കമ്പണിനെ അത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് പ്രഷർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം. പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം. The principle is Pascal's law. Pascal's law states that a pressure applied to a confined fluid at any point is transmitted undimensioned and equally throughout the fluid in all directions and acts upon every part of the confining vessel at right angles to its interior surfaces. ഇതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തേക്കും അത് പ്രഷർ എന്തായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ആംപ്ലിഫിക്കേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മളതിൽ അപ്ലൈ ചെയ്ത പ്രഷർ ഫോഴ്സ് ആയിട്ടാണ് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ആ പ്രഷർ അപ്ലൈ ചെയ്ത അത്രയും ഏരിയയാണ് ഏരിയ എ. അത്രയും ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഫോഴ്സാണ് എഫ്. ദെൻ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്തായിരിക്കും? ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഏരിയ കൂടുമ്പോൾ ഫോഴ്സസ് വിൽ ബി large. There are three types of hydraulic actuators: linear, rotary and oscillatory. Linear actuator is of two types: single acting cylinder and double acting cylinder. Linear actuators
single acting cylinder. Single acting cylinder, there will be, this is the picture. From this picture we can see this, there is only one opening. ഈ ഓപ്പണിങ്ങിൽ കൂടെയാണ് ഫ്ലൂയിഡ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്ലൂയിഡ് ഇതിലേക്കൂടെ ഉള്ളിലേക്കും പുറത്തോട്ടും പോകും. ഇനി ഇവിടെ ഒരു സ്പ്രിങ് സിസ്റ്റമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ സ്പ്രിങ് സിസ്റ്റത്തിൽ ഇവിടെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്ലൂയിഡ് ഇന്നും ചെയ്യും ഔട്ടും ചെയ്യും. അപ്പോൾ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രിങ് മൂവ്മെൻറ്റ് കാരണമാണ്. ഇൻ ചെയ്യുന്നത് ഫ്ലൂയിഡ് പ്രഷർ കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഫോർവേഡ് മോഷൻ ഉണ്ടാകുന്നത്. Forward motion is due to the hydraulic pressure by fluid entering, and the reverse motion is due to the spring. It's double acting cylinder. രണ്ട് ഓപ്പണിങ്സ് ഉണ്ടാവും. ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിന് പുറത്തോട്ട് പോകാനായിട്ടും. ഫോർവേഡ് മോഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് എൻട്രി ചെയ്യുമ്പോഴും റിവേഴ്സ് മോഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പുറത്തോട്ട് പോകുമ്പോഴുമാണ് റിവേഴ്സ് മോഷൻ ഉണ്ടാകുന്നത്. റോട്ടറി ആക്ച്വേറ്റർ. റോട്ടറി ആക്ച്വേറ്റർ എന്ന് നേരത്തെ പറഞ്ഞാൽ ലീനിയർ മോഷൻ ആയിരുന്നു. ഇത് ലീനിയർ മോഷനെ റൊട്ടേറ്ററി മോഷനാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൈഡ്രോളിക് മോട്ടർ ഉപയോഗിക്കും. ആ ഹൈഡ്രോളിക് മോട്ടർ ഉപയോഗിച്ച് ലീനിയർ മോഷനെ റൊട്ടേറ്ററി മോഷനാക്കി മാറ്റിയിട്ട് റൊട്ടേറ്ററി ആക്ച്വേറ്റിംഗ് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. The components of hydraulic actuating system. There are mainly two components, hydraulic fluid and fluid delivery system. Hydraulic fluid എന്ന് പറയുന്നത് is a transmit fluid power. Transmit ചെയ്യാൻ ഉപയോഗിക്കുന്നത്. It is non-compressible fluid. It helps lubricating moving parts, reduces frictional losses and cools the components. അതിൻ്റെ ഒരു കൂളിംഗ് ഫങ്ഷനും കൂടെയുണ്ട്. It helps removing contaminants, acts as seal against leakage. Most commonly used fluid is petroleum oil. Then second one is fluid delivery system. Fluid delivery system which holds and carry fluid from pump to actuator. പമ്പിൽ നിന്ന് ആക്ച്വേറ്റർ വരെ കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് റിസർവോയർ. റിസർവോയർ ഇസ് എ fluid storage system. It allows entrapped air to escape and helps heat dissipation. ഇപ്പോൾ ഒരു ഓപ്പൺ ടാങ്ക് പോലെയാണ്. ആ ടാങ്കിലേക്ക് ഫ്ലൂയിഡ് വന്നെന്ന് പറയുമ്പം അതിലുണ്ടായിരുന്ന എയർ പോക്കറ്റ്സിൽ ഉണ്ടാകുന്ന എയറെല്ലാം പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് പോവും. അതുമാത്രമല്ല അതിൽ എന്തുണ്ടാവും, ഹീറ്റഡ് ഫ്ലൂയിഡായിരിക്കും. ആ ഹീറ്റ് എന്ന് പറയുന്നത് ഡെസിപ്പേറ്റ് ചെയ്ത് പോവും ഓപ്പണായിട്ട് ഉള്ള സർഫസിലേക്ക്. പിന്നെ ഫിൽറ്റർ ആൻഡ് സ്ട്രെയിനേഴ്സ് എന്ന് പറയും. ഫിൽറ്റേഴ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടാമിനേഷൻസിനെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലൈൻസ് ആർ പൈപ്സ് ഓർ ട്യൂബ്സ് ഓർ ഹോസസ് ആണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, പിന്നെ ഡെസിപ്പേറ്റ് ചെയ്യാൻ, ഹീറ്റ് ഡെസിപ്പേഷനും ആണ് അതിൻ്റെ ഫങ്ഷൻ. ആൻഡ് ദെൻ only disadvantage is that the lines have a return path. One directional flow മാത്രമല്ല, കണ്ടിന്യൂസ് ഫ്ലോ കിട്ടണം. various kinds of lines. 3 type of lines പറയുന്നുണ്ട്. വർക്കിംഗ് ലൈൻസ്, പൈലറ്റ് ലൈൻസ് ആൻഡ് ഡ്രെയിൻ ലൈൻസ്. വർക്കിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ പമ്പിൽ നിന്ന് ലോഡിലേക്ക് പോകുന്ന ലൈൻസാണ് വർക്കിംഗ് ലൈൻസ്. ആൻഡ് പൈലറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ഫ്ലൂയിഡ് ടു ഡയറക്ഷണൽ ആൻഡ് റിലീഫ് വാൽവ്സിലേക്ക് ഫ്ലൂയിഡ് എത്തിക്കുന്ന ഒരു ലൈൻസാണ് പൈലറ്റ് ലൈൻസ്. ഇനി ഡ്രെയിൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ലീക്കേജ് ഫ്ലൂയിഡ്സ് ടു ദി ടാങ്ക്. ഇപ്പോൾ ലീക്കേജൊക്കെ കാരണം അവിടെ ഉണ്ടാവും. അത് ഇൻറ്റേർണൽ ലീക്കേജ്, എക്സ്റ്റേണൽ ലീക്കേജ് ഉണ്ട്. ഇൻറ്റേർണൽ ലീക്കേജ് ഇസ് പെർമിസിബിൾ, എക്സ്റ്റേണൽ ലീക്കേജ് ഇസ് നോട്ട് പെർമിസിബിൾ. ഇൻറ്റേർണൽ ലീക്കേജ് എന്താണ് പെർമിസിബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ lubricating ആൻഡ് റെഡ്യൂസിങ് ദി ഹീറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഹീറ്റ് ഡെസിപ്പേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നതിനെ തിരിച്ച് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് റിസർവോയറിലേക്ക് എത്തിക്കുന്നതാണ് ഡ്രെയിൻ ലൈൻസ്. നെക്സ്റ്റ് ഇസ് ഫിറ്റിംഗ് ആൻഡ് സെയിൽസ്. ഫിറ്റിങ്സ് ആൻഡ് സെയിൽസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലൈൻസിന് ബെൻസ് കൊടുക്കണം, പിന്നെ ജോയിൻറ്റ്സ് കൊടുക്കണം, പിന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലീക്കേജ് തടയാൻ വേണ്ടിയിട്ടാണ് സെയിൽസ്. ഇനി ഹൈഡ്രോളിക് പമ്പ്സ്. മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി. ഇതാണ് ഹൈഡ്രോളിക് പമ്പിൻ്റെ മെയിൻ ഫങ്ഷൻ. ആൻഡ് ദർ ആർ 2 കാറ്റഗറീസ്, ഹൈഡ്രോഡൈനാമിക് ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക്. ഹൈഡ്രോഡൈനാമിക് എന്ന് പറഞ്ഞാൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഹൈഡ്രോസ്റ്റാറ്റിക്കിനെ നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇതിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ആണ് ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്നത്. പമ്പ്സ്, ദേ ആർ വെയിൻ പമ്പ്സ്, ഗിയർ പമ്പ്സ് എക്സെട്ര. നെക്സ്റ്റ് ഇസ് മോട്ടോഴ്സ്. മോട്ടോഴ്സ് വർക്ക്സ് എക്സാക്ട്ലി റിവേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് പമ്പ്. പമ്പിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വന്നിട്ട് മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക, ടർബൈൻ റൊട്ടേഷൻ പോലെ. Gear motor's and fan motors are examples.
And then accumulators നമ്മൾ already പറഞ്ഞിരുന്നു, it is for storage of incompressible fluids under pressure created either by spring or compressed gas. There are two types of accumulators, spring loaded and gas charged. ഇനി സിലിണ്ടേഴ്സ് നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞു ഓൾറെഡി, സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ് ലീനിയർ ആക്ച്വേറ്റേഴ്സ് ആണ്. Now the advantages of a hydraulic actuating system: variable speed and direction. It is power to weight ratio is high output with very small weight and size, and stalling condition and overload condition. It stalls without damage when overloaded and start up immediately when the load is reduced, and relief valve protects from overloading. Then rugged and high force applications. It is hydraulic motors have high horsepower to weight ratio. It can hold forces and torque constant without the pump supplying more fluid. And hydraulic actuators can have pumps and motors at considerable distance. ഇത്ര ഡിസ്റ്റൻസിൽ വെച്ചാലും അത് ഓപ്പറേറ്റിംഗ് ആയിരിക്കും hydraulic actuators. And then the disadvantages, ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അത് ലെസ് എഫിഷ്യൻ്റ് ആവുന്നത്. ഹൗ മെനി കമ്പാനിയൻ പാർട്സ്, വളരെയധികം ചെറിയ ചെറിയ ഭാഗങ്ങളുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് ഡിഫിക്കൾട്ട് ടു അക്കോമഡേറ്റ്. And this hydraulic actuators is over. Then next topic will be pneumatic actuating system. Now, thank you.